മദ്രാസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക സിനിമയാണ്. കാരണം ഒരു കാലത്ത് സിനിമാക്കാരുടെ പ്രിയങ്കരമായ നഗരമായിരുന്നു മദ്രാസ്. ആ മദ്രാസ് പട്ടണം സ്ഥാപിതമായിട്ട് 386 വർഷങ്ങൾ തികയുകയാണ്. മദ്രാസിൻ്റെ ചരിത്രമറിയാം ഇൻഫോ ഡെസ്കിലൂടെ. ചെന്നൈയുടെ ചരിത്രം അടിസ്ഥാനപരമായി ഒരു ഇംഗ്ലീഷ് വാണിജ്യ സ്ഥാപനമായ മദ്രാസ് പട്ടണം എന്നറിയപ്പെട്ടിരുന്ന ഒരു മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്നാണ് ആരംഭിച്ചത്. 1639 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഒരു കോട്ടയും വ്യാപാര കേന്ദ്രവും പണിതു. 1640 ഫോർട്ട് സെൻറ്റ് ജോർജ് സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് 1996 തമിഴ്നാട് സർക്കാർ ചെന്നൈ എന്ന ഔദ്യോഗിക പേര് സ്വീകരിച്ചു. ഇന്ന് ചെന്നൈയിൽ വൈവിധ്യമാർന്ന ഒരു കൂട്ടം ആളുകൾ വസിക്കുന്നു. ആദ്യകാല ഇംഗ്ലീഷ് കുടിയേറ്റക്കാരുടെ സമ്മിശ്ര ആംഗ്ലോ ഇന്ത്യൻ പിൻഗാമികൾ. ചെറുതെങ്കിലും ഇപ്പോഴും നിലവിലുള്ള ബ്രിട്ടീഷ് യൂറോപ്യൻ സമൂഹം, കുടിയേറ്റ മലയാളി സമൂഹങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു സുപ്രധാന ഭരണ വാണിജ്യ കേന്ദ്രമെന്ന നിലയിൽ നഗരത്തിൻ്റെ പദവി ബംഗാളികൾ, പഞ്ചാബികൾ, ഗുജറാത്തികൾ, മാർവാഡികൾ തുടങ്ങി ഇന്ത്യയുടെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകളെയും ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരെയും ആകർഷിച്ചു. ഇവരെല്ലാം അതിൻ്റെ കോസ്മോപൊളിറ്റൻ ഘടനയെ സമ്പന്നമാക്കിയിട്ടുണ്ട്. ചെന്നൈയിൽ വർദ്ധിച്ചു വരുന്ന പ്രവാസി ജനസംഖ്യയുമുണ്ട്, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ്, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ. നഗരത്തിലെ വളർന്നു വരുന്ന വ്യവസായങ്ങളിലും IT മേഖലകളിലും തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നു. 1639 ഒരു നഗരമായി സ്ഥാപിതമായതു മുതൽ നഗരത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷായിരുന്നു. എന്നിരുന്നാലും 1960 മുതൽ കേന്ദ്ര സർക്കാർ ബിസിനസ്സിലും സർക്കാരിലും ഹിന്ദി ഉപയോഗം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. ഇതിന് മറുപടിയായി 1965 മുതൽ 67 വരെ നഗരം ദ്വിഭാഷ പ്രാദേശിക നയത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തി. ഇടയ്ക്കിടെ കലാപങ്ങളുണ്ടായി. ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് മദ്രാസ് കൂടുതൽ രാഷ്ട്രീയ അക്രമങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1984 വിമാനത്താവളത്തിൽ തമിഴ് ഈഴം സൈന്യം സ്ഥാപിച്ച ബോംബിൽ 33 പേർ കൊല്ലപ്പെട്ടു. 1991 എതിരാളികളായ LTTE EPRLFിലെ 13 അംഗങ്ങളെയും 2 ഇന്ത്യൻ സിവിലിയന്മാരെയും കൊലപ്പെടുത്തി. അതേ വർഷം തന്നെ ചെന്നൈക്ക് സമീപമുള്ള ശ്രീ പെരുമ്പുത്തൂർ എന്ന ചെറുപട്ടണത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ LTTE അംഗമാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്ന തെന്മുളി രാജരത്നം AKK ധനു വധിച്ചു. 1996 നഗരങ്ങളുടെ പേരുകൾ ഇന്ത്യവൽക്കരിക്കുന്ന സമീപകാല രീതി പാലിച്ചുകൊണ്ട് അന്ന് ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രതിനിധീകരിച്ചിരുന്ന തമിഴ്നാട് സർക്കാർ നഗരത്തെ ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്തു. 2004 സുനാമി ചെന്നൈ തീരത്ത് ആഞ്ഞടിച്ചു. നിരവധി പേർ മരിച്ചു. സാംസ്കാരിക പൈതൃകത്തിനും ക്ഷേത്ര വാസ്തുവിദ്യയ്ക്കും പേരുകേട്ട ഒരു വലിയ സാംസ്കാരിക വാണിജ്യ വ്യാവസായിക കേന്ദ്രമാണ് ചെന്നൈ. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ തലസ്ഥാനമാണ് ചെന്നൈ. ഓട്ടോമൊബൈൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു 40% അവിടെയാണ് ഒരു അടിത്തറയുള്ളത്. കൂടാതെ രാജ്യത്തിൻ്റെ വാഹനങ്ങളുടെ ഒരു പ്രധാന ഭാഗവും അവിടെയാണ് നിർമ്മിക്കുന്നത്. ഇതൊരു പ്രധാന നിർമ്മാണ കേന്ദ്രമാണ്. പാശ്ചാത്യ ലോകത്തിൽ നിന്നുള്ള ഔട്ട്സോഴ്സ് ചെയ്ത IT സാമ്പത്തിക സേവനങ്ങൾക്കുള്ള ഒരു പ്രധാന കേന്ദ്രമായും ചെന്നൈ മാറിയിരിക്കുന്നു. നഗരത്തിൻ്റെ സമ്പന്നമായ സംഗീത സാംസ്കാരിക പാരമ്പര്യങ്ങൾ കാരണം ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന ചെന്നൈയെ അതിൻ്റെ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈയുടെ മുൻകാല മദ്രാസ് എന്ന പേരും സമാനമായി വിവാദങ്ങളിൽ പെടുന്നു. എന്നാൽ 1639 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥിരമായൊരു താമസ സ്ഥലത്തിനായി തിരഞ്ഞെടുത്ത മദ്രാസ് പട്ടണത്തിൻ്റെ ചുരുക്കപ്പേരാണിതെന്ന് ചില അഭിപ്രായങ്ങളുണ്ട്. നിലവിൽ ഈ പ്രദേശത്തിൻ്റെ നാമകരണം വിവാദത്തിലാണ്. നാട്ടുകാർ സ്വീകരിച്ചതിനാൽ ഈ പ്രദേശത്തെ പലപ്പോഴും മദ്രബു പട്ടണം, മദ്രാസ് കുപ്പം, മദ്രാസ് പട്ടണം, മദ്രസൻ പട്ടണം, പെരുമ്പറച്ചേരി, മദ്രാസ് പട്ടണം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ വിളിച്ചിരുന്നു. ചെന്നപ്പട്ടണം എന്ന മറ്റൊരു ചെറിയ പട്ടണം ഇതിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. വന്തവാസിയിലെ നായകരായിരുന്ന ഡമർല വെങ്കടാദ്രി നായക് തൻ്റെ പിതാവ് ഡമർല ചെന്നപ്പ നായക്കിൻ്റെ സ്മരണയ്ക്കായി ഈ സ്ഥലത്തിന് അങ്ങനെ പേര് നൽകിയതായി കരുതപ്പെടുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ ചന്ദ്രഗിരിയിലെ അവസാന രാജാവായ ശ്രീ രംഗരായ ആറാമൻ്റെ പ്രാദേശിക ഗവർണറായിരുന്നു അദ്ദേഹം. ഡാമർല വെങ്കടാദ്രി നായിക്കിൻ്റെ ആദ്യ ഗ്രാൻഡ് മദ്രാസ് പട്ടണം ഗ്രാമത്തെ കിഴക്കൻ ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തിയതായി പരാമർശിക്കുന്നുണ്ടെങ്കിലും ചെന്നപ്പട്ടണത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല.
ഇന്നത്തെ ചെന്നൈയുടെ കേന്ദ്രമായി മാറിയ കോട്ട മദ്രാസ് പട്ടണം ഗ്രാമത്തിന് മുകളിലോ അതിനടുത്തോ നിർമ്മിച്ചതാണെന്ന് ഇത് രേഖാമൂലമുള്ള രേഖകളോടൊപ്പം വ്യക്തമാക്കുന്നു. സെൻറ്റ് ജോർജ് കോട്ട സ്ഥാപിതമായതിനെ തുടർന്ന് പിൽക്കാല രേഖകളിൽ മദ്രാസ് പട്ടണത്തിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് പ്രാദേശിക ജാതി വ്യവസ്ഥയുടെ വിവേചനപരമായ സ്വഭാവം മൂലമാകാം. ഹിന്ദു ജാതി നിയമവും ഇംഗ്ലീഷ് പൊതു നിയമവും അനുസരിച്ച് മദ്രാസ് പട്ടണം ഗ്രാമത്തിലാണ് ഫോർട്ട് സെൻറ്റ് ജോർജ് നിർമ്മിച്ചതെന്നും അതിലെ നിവാസികൾ പുതിയ പട്ടണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കാമെന്നും സാധ്യതയില്ല. പകരം കോട്ട ഗ്രാമത്തിനടുത്തായി നിർമ്മിച്ചതാകാം, അല്ലെങ്കിൽ ഗ്രാമത്തിന് മുകളിലാണ് നിർമ്മിച്ചതെങ്കിൽ ഗ്രാമം മാറ്റി സ്ഥാപിച്ചതാകാം. വാസ്തവത്തിൽ അക്കാലത്തെ എല്ലാ രേഖകളിലും മദ്രാസ് പട്ടണം എന്ന യഥാർത്ഥ ഗ്രാമവും വൈറ്റ് ടൗൺ എന്നറിയപ്പെടുന്ന കോട്ടയ്ക്ക് ചുറ്റും വളരുന്ന പുതിയ പട്ടണവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനാൽ മദ്രാസ് പട്ടണം ഗ്രാമത്തിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ ഉത്ഭവം കൊണ്ടും നഗരത്തിൻ്റെ വികസനത്തിൽ കോട്ടയുടെ കേന്ദ്ര ബിന്ദു കൊണ്ടും നഗരത്തിലെ ബ്രിട്ടീഷ് കുടിയേറ്റക്കാർ പിന്നീട് അവരുടെ വാസസ്ഥലത്തിന് മദ്രാസ് എന്ന് പേരിട്ടു. ചെന്നൈ എന്ന പേരിനെതിരെ കൂടുതൽ പോരാടി ഫോർട്ട് സെൻറ്റ് ജോർജ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടൗൺ എന്നിവ ഉൾപ്പെടുന്ന മദ്രാസ് നഗരത്തിന് പുറത്തുള്ള തദ്ദേശീയ ഗ്രാമങ്ങൾ, യൂറോപ്യൻ തോട്ടങ്ങൾ, യൂറോപ്യൻ വ്യാപാര വീടുകൾ എന്നിവ സംയോജിപ്പിച്ചതായി വ്യക്തമായി വിശദീകരിച്ച ഒരു പ്രദേശത്തിൻ്റെ പിൽക്കാല വർഷങ്ങളിൽ ചെന്നപ്പട്ടണം എന്നായിരുന്നു പേര്. അവസാനമായി ഫോർട്ട് സെൻറ്റ് ജോർജ്, വൈറ്റ് ടൗൺ, ബ്ലാക്ക് ടൗൺ പ്രദേശങ്ങൾ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ പൂർണ്ണമായും സംയോജിക്കപ്പെടുകയും മദ്രാസ് എന്നറിയപ്പെടുകയും ചെയ്തപ്പോൾ 19-ാം നൂറ്റാണ്ട് വരെ ചെന്നപ്പട്ടണം ഫോർട്ട് സെൻറ്റ് ജോർജിൻ്റെ അധികാരത്തിൽ കീഴിൽ നിലവിലുണ്ടായിരുന്നു. തൽഫലമായി ചെന്നപ്പട്ടണത്തെയും പഴയ മദ്രാസിനെയും വേർതിരിക്കുന്ന പ്രദേശം, സ്ഥാപകർ, കുടിയേറ്റക്കാർ, പ്രദേശത്തിൻ്റെ അധികാരികൾ എന്നിങ്ങനെ രണ്ട് വാസസ്ഥലങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടപ്പോൾ ഇംഗ്ലീഷുകാർ പുതിയ ഏകീകൃത നഗരത്തിന് മദ്രാസ് എന്ന് പേരിട്ടു. അതിനാൽ ഈ പ്രദേശത്തിന് എപ്പോഴെങ്കിലും ചെന്നൈ എന്ന് പേരിട്ടിരിക്കാൻ സാധ്യതയില്ല. പകരം വ്യാപാരത്തിൻ്റെ കവാടവും പ്രദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രവുമായതിനാൽ ഇംഗ്ലീഷ് അധിവാസ കേന്ദ്രവും 1639-40 കാലഘട്ടത്തിലെ അവരുടെ കോട്ടയും ഇന്നത്തെ ചെന്നൈ നഗരത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും മദ്രാസ് എന്ന് വിളിച്ചിരിക്കാം. DMK സ്ഥാപകൻ അണ്ണ മദ്രാസ് സംസ്ഥാനത്തെ തമിഴ്നാട് എന്ന് പുനർനാമകരണം ചെയ്തതിനാൽ DMK മദ്രാസിനെ ചെന്നൈ എന്നും പുനർനാമകരണം ചെയ്തു.